വർഷങ്ങളോളം SFI ജയിച്ചിരുന്ന സഖാവ് TP രാമകൃഷ്ണന്റെ നിയോജക മണ്ഡലത്തിലെ ഈ കോളേജിലെ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അരിശം തീർക്കുന്നത് പോലെ ഈ കോളേജിൽ അവർ പരാജയപ്പെട്ടപ്പോൾ UDFന് നേരെ KSUവിന് നേരെ അവരക്രമം അഴിച്ചുവിടുകയാണ്. ഈ കോളേജിൽ നാം കണ്ടത്, ഇലക്ഷന് ശേഷം കണ്ടത്, ജയിച്ചവർക്ക് പ്രകടനം നടത്താൻ അനുമതിയില്ല. ചെയർമാൻ ആയി ജയിച്ചത് KSU നേതാവാണ്. നമുക്ക് 4-5 സീറ്റുകൾ ലഭിച്ചു. നമുക്കൊരാഹ്ലാദ പ്രകടനത്തിന് സ്വാതന്ത്ര്യമില്ല. തോറ്റ SFIക്കാർക്ക് പ്രകടനത്തിന് പോലീസ് അനുമതി കൊടുക്കുക. പോലീസ് അകമ്പടിയോടെ സംരക്ഷണത്തോടുകൂടി SFIക്കാർ പ്രകടനം നടത്തുന്നു. UDFന്റെയോ KSUവിന്റെയോ MSFന്റെയോ പ്രകടനം നടത്തുവാൻ അവരനുവദിക്കുന്നില്ല. ഈ കാര്യത്തിലാണ് UDF നേതാക്കൾ ഇടപെടുന്നത്. ഷാഫി പറമ്പിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ വടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് 1.5 ലക്ഷത്തിലേറെ വോട്ടിന് ജയിച്ച, കേരളത്തിലെ എല്ലാ തലമുറയിൽപ്പെട്ട ആളുകളും ഒരേപോലെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന താരപരിവേഷമുള്ള ദുൽഖർ സൽമാനാണ് ഷാഫി എന്ന് പറയാറുണ്ട്. നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ, LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ എന്നുവേണ്ട പ്രായമായ മുത്തശ്ശിമാർക്ക് പോലും ഒരേപോലെ ഇഷ്ടമുള്ള, ഇതര രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം അസൂയ തോന്നുന്ന രൂപത്തിലുള്ള ജനബന്ധമുള്ള നേതാവാണ് നമ്മുടെ MP ആയ ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിനെ എതിരെ നടക്കുന്ന അക്രമം ഇതാദ്യത്തേതല്ല. നേരത്തെ അവർ വടകരയിൽ വെച്ച് തടയാൻ ശ്രമിച്ചു. പലതവണ അവർ ആക്രമിക്കാൻ ശ്രമിച്ചു. രാഷ്ട്രീയമായി ആക്രമിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇപ്പോ KSU ജയിച്ചിടത്ത് കുട്ടികൾ നടത്തുന്ന പ്രകടനം കാണുവാൻ, അവരെ അഭിവാദ്യം ചെയ്യുവാൻ പേരാമ്പ്രയിൽ കാലുകുത്തിക്കില്ല എന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. ഈ പേരാമ്പ്ര നിയോജക മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്ത്രീധനം കിട്ടിയതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. TP രാമകൃഷ്ണന് ഈ നിയോജക മണ്ഡലത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ വരാമെങ്കിൽ, വടകര പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ഷാഫി പറമ്പിലിന് വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ എല്ലാ അസംബ്ലി സെഗ്മെന്റിലും ജനങ്ങളെ കാണുവാനും വരുവാനുമുള്ള സമ്പൂർണമായ അധികാരമുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പോലീസുകാരോട് പറയാനുള്ളത്, നിങ്ങൾ നീതിപാലകരായിരിക്കണം. ജനങ്ങൾക്ക് നീതി ഉറപ്പുവരുത്തുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ പേരാമ്പ്രയിൽ മനുഷ്യന് ഭ്രാന്തളകിയാൽ ചങ്ങലക്കിടും. ചങ്ങലക്ക് ഭ്രാന്തളകിയ ഒരവസ്ഥയാണ്. പോലീസുകാര് നീതിപാലകരുടെ വേഷമെല്ലാം മാറ്റിവെച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ആജ്ഞാനുവർത്തികളായി മാറി അവർ കോൺഗ്രസിന്റെ UDFന്റെ പ്രവർത്തകരുടെ മേൽ കുതിര കയറാൻ ശ്രമിക്കുകയാണ്. എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ഭരണത്തിനി അധിക നാളുകളില്ല.